ഹലോ വി ആർ സ്റ്റിൽ പ്രഗ്നൻറ്റ്. അതെ, ഞങ്ങൾ ബേബിക്ക് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്. സോ വെറുതെ ഇരുന്നാൽ ബോറടിക്കും, മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടും. അതുകൊണ്ട് കുറച്ച് ഡെയിലി വ്ളോഗ് ചെയ്ത് ടൈം കളയാമെന്ന് വെച്ചു. ഇങ്ങനെ എന്തെങ്കിലും റീൽസ് ആൻഡ് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരുന്നാൽ മൈൻഡ് കുറച്ച് റിലാക്സ് ആവുമല്ലോ. സോ വെൽക്കം ടു അവർ ഡെയിലി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ ആദ്യത്തെ കലാപരിപാടി ബേബി മാമ ഡാൻസ് ചാലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റിക്കറൊക്കെ വാങ്ങി വെച്ചിട്ട് ഒരുപാട് നാളായി. ഇനിയും വൈകിയാൽ ചിലപ്പോൾ പെട്ടെന്ന് ആശുപത്രിയിൽ അങ്ങനെ പോകേണ്ടി വന്നാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കിരൺ എനിക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് തരികയാണ്. ബേബി മാമ ഡാൻസ് ചാലഞ്ചിൻ്റെ വീഡിയോ ഞങ്ങൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കാണാത്തുണ്ടെങ്കിൽ ഈ റീലിൻ്റെ കൂടെ ആ റീല് ഞാൻ ലിങ്ക് ചെയ്തേക്കാം. കഷ്ടപ്പെട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച കാരണം നമ്മൾ കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തിട്ടുണ്ട്. അതും നമ്മൾ വൈകാതെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ബേബി മാമ ഡാൻസ് ചാലഞ്ചിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസും കൂടെ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോയും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരുക്കം പ്രമാണിച്ച് കാറൊക്കെ വാഷ് ചെയ്ത് അല്ലേ, കാർ സീറ്റ് സെറ്റാക്കാനുള്ള പരിപാടിയാണ്. കുഞ്ഞുവാവ വരുമ്പോ തോന്നില്ല ഇത് വൃത്തികെട്ട കാറ്. ഞങ്ങൾ വണ്ടിയൊക്കെ കഴുകി സുന്ദര കുട്ടപ്പിയാക്കി കൊണ്ടുവന്നുണ്ട്. കാരണം എന്താ ചെയ്യണേ? ഓ, കാർ ഫ്രഷ്നർ. ഓഹോ, നമ്മള് ഐസോഫിക്സ് പിടിപ്പിക്കാൻ പോവാണ്. കാർ സീറ്റ് ഇപ്പോൾ വെക്കണില്ല, ബിക്കോസ് വെയിലായതുകൊണ്ട് ചൂടായോല്ലോ. അത് താഴെ ഇറക്കി വെച്ച് ആവശ്യം വരുമ്പോൾ പിടിപ്പിക്കാം അല്ലേ. എന്നാ പിടിപ്പിച്ചാട്ടെ. കറക്റ്റായാ? ഗ്രീൻ കളർ ആയിട്ടുണ്ട്, അപ്പോൾ ലോക്കായെന്നാണ് അർത്ഥം. ഓക്കെ. എനിക്ക് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് ഡയറ്റ് കൺട്രോളിലാണ്. അതുകൊണ്ട് എല്ലാ മീൽസിന് ശേഷം നമ്മൾ നടക്കാൻ പോകാറുണ്ട്. അപ്പോൾ ബേബി വേഗം വരാൻ വേണ്ടി നമ്മൾ ഇന്ന് കുറച്ച് കർബ് വാക്ക്, ക്രാബ് വാക്ക്, കുറച്ച് മൈൽ സർക്യൂട്ടൊക്കെ ചെയ്തു. അങ്ങനെ ഈ ദിവസം വൈൻഡപ്പ് ചെയ്തു.